ഈ കാണുന്നത് ഒരു തടാകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കും? ഈ കാണുന്നത് ജർമ്മനിയിലെ ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു ലേക്കാണ്. വിൻ്റർ സമയത്ത് ഇവിടുത്തെ ലേക്കുകളൊക്കെ ചിലതൊക്കെ ഫ്രോസൺ ആയിട്ട് മാറും, കംപ്ലീറ്റ് ഫ്രോസൺ ആയിട്ട് മാറും. അങ്ങനെ ഒരു ലേക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇപ്പം അൺഫ്രോസൺ ആയിട്ട് അല്ലെങ്കിൽ ഫ്രോസൺ അല്ലാതെ ആയിട്ട് നിൽക്കുന്നുള്ളൂ. സോ ഈ ഒരു ലേക്കിൻ്റെ വിശേഷങ്ങളും ഇവിടേക്കുള്ള യാത്രകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഈ ഒരു ലേക്കിൻ്റെ പേര് സ്പിറ്റ്സിംഗ് സീ എന്നാണ്. ഷില്ലർ സീ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ഓരോ 30 മണിക്കൂർ ഇടവിട്ട് ബസ്സുണ്ട്. അവിടെ നമ്മൾ ബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൽപ്സിൻ്റെ മുകളിൽ സ്പിറ്റ്സിംഗ് സീയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത രണ്ട് സ്ഥലങ്ങളാണിത്. എല്ലാവരും തന്നെ ഗാർമിഷും കൊണീക്സിയും ഐപ്സിയും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ലേക്കുകളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ അവിടെയൊക്കെ കണ്ടതിനേക്കാളും ഒരു പിടി മുകളിൽ നിൽക്കുന്ന ഒരു വ്യൂ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ആൽപ്സിനെ ചുറ്റിക്കറങ്ങി ഈ ബസ് ഹെയർ പിൻ വളവുകളൊക്കെ കയറി മുകളിലേക്ക് കയറുന്നത് നമ്മുടെ കൊടൈക്കനാലിലൊക്കെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ വിൻ്ററിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാര്യം ഇവിടെ ഒരു ബസ് യാത്രയുണ്ട്. ആ ഒരു മലേനെ ചുറ്റിക്കറങ്ങി പോകുന്ന ആ ഒരു യാത്ര വളരെ മനോഹരമാണ്. അടിപൊളിയാണെന്ന് പറയാം ഇവിടുത്തെ വിഷ്വൽ എക്സ്പീരിയൻസ്. ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഈ ഒരു മൗണ്ടൈൻ്റെ മുകളിലെത്തിയിട്ടോ. ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര സ്നോഫാൾ ആയിരുന്നു. നല്ല റോഡിലൊക്കെ നല്ല കട്ടിയിൽ മഞ്ഞ് വീണിട്ട് കാർ യാത്രയൊക്കെ ഇത്തിരി ഡിഫിക്കൽട്ടായിരുന്നു. സോ ഇതേപോലെയുള്ള മഞ്ഞ് മാറ്റുന്ന വണ്ടികൾ വന്ന് റോഡ് ക്ലിയർ ചെയ്തതിന് ശേഷം ഇന്ന് സഞ്ചാരികളുടെ വളരെ നല്ല തിരക്കാണ്. ജർമ്മനിയിൽ നിന്നും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ സ്നോ ആക്ടിവിറ്റീസും വിൻ്റർ ഗെയിംസിനും വിൻ്റർ സ്പോർട്സിനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ മുകളിലെത്തിയപ്പോൾ നല്ല അതികഠിനമായിട്ടുള്ള തണുപ്പാണുള്ളത് കേട്ടോ. ഏകദേശം ഞങ്ങൾ വന്നപ്പോൾ ഒരു -8 -10 എന്നുള്ള ലെവലായിരുന്നു. ഈ ഒരു മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ. പ്രോപ്പറായിട്ടുള്ള വിൻ്റർ ഡ്രസ്സോ ജാക്കറ്റോ ഒന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ തണുപ്പിൽ അധികം നേരം നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. താഴത്തൊക്കെ ടെമ്പറേച്ചർ ഏകദേശം ഒരു -1 -2 -3 എന്നുള്ള നിലയിലായിരുന്നു. ഇവിടെ മുകളിലെത്തിയപ്പോൾ നല്ല ടെമ്പറേച്ചർ ഭയങ്കര തണുപ്പായിട്ട് മാറി. വിൻ്റർ സമയത്ത് ഇവിടങ്ങളൊക്കെ വിൻ്റർ ആക്ടിവിറ്റീസിനായിട്ടാണ് യൂറോപ്യൻസ് അത് യൂസ് ചെയ്യുന്നത്. വിൻ്റർ സ്നോ ഹൈക്കിങ്, അതേപോലെ തന്നെ ഈ ആൽപ്സിൻ്റെ മുകളിലേക്കുള്ള വിൻ്റർ ട്രയലിങ്ങുകൾ, വിൻ്റർ ഹൈക്കിങ്ങുകൾ, സ്കീയിങ്, സ്നോ ആക്ടിവിറ്റീസുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയയിൽ നടക്കുന്നത്. ഈ കാണുന്നത് ഒരു ലേക്കാണ് കേട്ടോ. ഈ സമ്മർ സമയത്ത് ഈ ഒരു ലേക്കിൻ്റെ ഫോട്ടോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഇൻസെറ്റിൽ കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു ലേക്കാണിത്. സോ ഈ ഒരു ലേക്കാണ് കംപ്ലീറ്റ് ഇതേപോലെ വിൻ്റർ സമയത്ത് ഇവിടെ ഫ്രോസൺ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഫ്രോസൺ അല്ലാതെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ വെള്ളം നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ഏരിയയിലേക്ക് പോകുന്നത് ഡേഞ്ചറാണ്. ഒരു കാരണവശാലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും പാടില്ല. കാര്യം ആ ഭാഗം മെൽറ്റായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. സോ ഇവിടെ ഇപ്പോൾ ജർമ്മൻ ഗവൺമെൻറ് ഇവിടെ ഇപ്പോൾ സാങ്ഷൻ കൊടുത്തിട്ടുള്ള സമയമാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ലേക്കിൻ്റെ മുകളിലൂടെ നടക്കുന്നത്, അവിടെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നതൊക്കെ താരതമ്യേന സേഫാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. ഏകദേശം 28 ഹെക്ടറോളം വരുന്ന ഈ ഒരു സ്പിറ്റ്സിംഗ് സീ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. സമ്മർ സമയത്ത് ഈ ഒരു ലേക്കിലൂടെ നമുക്ക് ബോട്ടിങ്ങും ഫിഷിങ്ങും ഹൈക്കിങ്ങും ഒക്കെ പോസിബിളാണ്. വിൻ്റർ സമയത്ത് ഇവിടെ സ്നോ ആക്ടിവിറ്റീസിനും സ്നോ സ്നീയിങ്ങിനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ എനിക്ക് ഈ ഒരു സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് തന്നത്. വളരെ നല്ലൊരു വൈബാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. വിൻ്റർ സമയത്തൊക്കെ വരാൻ പറ്റിയ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻസിൽ ഒന്നായിട്ട് നിങ്ങൾക്ക് ഇതിനെ പൂർണ്ണമായിട്ട് എടുക്കാം.
നമ്മളുള്ള കൊണീക്സിയും ഗാർമിഷൊക്കെ പോലെ തന്നെ അതിനേക്കാൾ ഒരു പിടി മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. സോ ജർമ്മനിയിലുള്ള മലയാളീസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലവും നിങ്ങളുടെ യാത്രകളിൽ ഉൾപ്പെടുത്തണേ. സോ അതുവരേക്കും നമുക്ക് ഇനി പുതിയൊരു യാത്രയിൽ പുതിയൊരു സ്ഥലത്ത് കണ്ടുമുട്ടാം. അതുവരേക്കും ജർമ്മനിയിൽ പറയുന്ന പോലെ ച്യൂസ്.